പള്ളുരുത്തി മില്ലേനിയം ഹൈപ്പർ മാർക്കറ്റിൽ ചിങ്ങം ഫ്ലാറ്റ് 50% ഓഫ് സെയിൽ. 105 രൂപയുടെ ടേസ്റ്റി നിബിൾസ് ഈസി ഇടിയപ്പം പൊടി 1 കിലോയ്ക്ക് 50% ഓഫ്. ഇപ്പോൾ വെറും 52 രൂപ 50 പൈസയ്ക്ക്. 69 രൂപയുടെ ഈസ്റ്റേൺ 5 മിനിറ്റ് പാലപ്പം മിക്സ് 200 ഗ്രാമിന് 50% ഓഫ്. ഇപ്പോൾ വെറും 34 രൂപ 50 പൈസയ്ക്ക്. 90 രൂപയുടെ ക്വാളിറ്റി ചില്ലി പൗഡർ 200 ഗ്രാമിന് 50% ഓഫ്. ഇപ്പോൾ വെറും 45 രൂപയ്ക്ക്. 59 രൂപയുടെ ബിസ്മി പാലട പായസം മിക്സ് 200 ഗ്രാമിന് 50% ഓഫ്. ഇപ്പോൾ വെറും 29 രൂപ 50 പൈസയ്ക്ക്. 175 രൂപയുടെ ബിസ്മി കാശ്മീരി ചില്ലി 200 ഗ്രാമിന് 50% ഓഫ്. ഇപ്പോൾ വെറും 87 രൂപ 50 പൈസയ്ക്ക്. 5300 രൂപയുടെ ഇംബെക്സ് ഇൻഡക്ഷൻ കുക്കർ 50% ഓഫ്. ഇപ്പോൾ വെറും 2650 രൂപയ്ക്ക്. ഇവ കൂടാതെ നിങ്ങളുടെ വീട്ടിലെ പല നിത്യോപയോഗ സാധനങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത വൻപിച്ച വിലക്കുറവിൽ. വേഗമാവട്ടെ, ഈ ഓഫർ ഓഗസ്റ്റ് 23 മുതൽ ഓഗസ്റ്റ് 24 വരെ മാത്രം. ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിക്ക് ദേശീയ അംഗീകാരം. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി ദേശീയ അംഗീകാരം നിറവിൽ. ഇതോടെ ജില്ലയിൽ ദേശീയ അംഗീകാരം ലഭിക്കുന്ന ആദ്യത്തെ താലൂക്ക് ആശുപത്രിയായി ഫോർട്ട് കൊച്ചി മാറുകയാണ്. നാഷണൽ ക്വാളിറ്റി അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് അംഗീകാരമാണ് ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിക്ക് ലഭിച്ചത്. ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. ഈ അംഗീകാരം നേടുന്ന ജില്ലയിലെ ആദ്യത്തെ താലൂക്ക് ആശുപത്രിയാണ് നമ്മുടേത്. സംസ്ഥാന തലത്തിൽ 7ാമതായാണ് നമ്മൾ ഈ അംഗീകാരം നേടിയിരിക്കുന്നത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും പരിശോധനകൾ പൂർത്തിയാക്കിയതിനു ശേഷം മഹാരാഷ്ട്ര, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള സെൻട്രൽ ടീമാണ് പരിശോധന പൂർത്തിയാക്കിയത്. 89% മാർക്ക് ഫോർട്ട് കൊച്ചി കരസ്ഥമാക്കി. 70% മാർക്ക് മാത്രം മതി ദേശീയ അംഗീകാരം ലഭിക്കുന്നതിന്. നഴ്സിംഗ് സൂപ്രണ്ട് മുതൽ അറ്റൻഡർമാർ വരെയുള്ള മുഴുവൻ ജീവനക്കാരുടെയും കൂട്ടായ കഠിന പ്രയത്നത്തിലൂടെയാണ് നമുക്ക് ഈ അംഗീകാരം ലഭിച്ചത്. കൊച്ചിൻ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ശ്രീ അനിൽകുമാർ സർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടി കെ അഷ്റഫ് സർ, കെ ജെ മാക്സി MLA അവർ എന്നിവരുടെ പിന്തുണയും അംഗീകാരം ലഭിക്കുന്നതിന് സഹായകമായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആശാദേവി മാഡം, മുൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ശിവപ്രസാദ് എന്നിവരെ നന്ദിയോടെ. സംസ്ഥാന തലത്തിൽ 7ാമതായി ദേശീയ അംഗീകാരം കിട്ടുന്ന ആശുപത്രിയും ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിയാണ്. 89.08% മാർക്കോടെയാണ് ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിക്ക് ദേശീയ അംഗീകാരം നേടാനായത്. 70% മാർക്ക് മാത്രം മതി ദേശീയ അംഗീകാരത്തിന്. അത്യാഹിത വിഭാഗം, ലാബോറട്ടറി, ഫാർമസി, ഗൈനക്കോളജി, പീഡിയാട്രിക്, ജനറൽ മെഡിസിൻ, ദന്തൽ, ഓപ്പറേഷൻ തിയേറ്റർ, മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറി, പൊതുജനാരോഗ്യ വിഭാഗം എന്നിവയും ENT, ഒഫ്താൽമോളജി, ഓർത്തോ, സൈക്യാട്രി എന്നിവ നാഷണൽ ഹെൽത്ത് മിഷന്റെ സഹായത്തോടെ ആശുപത്രിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രതിമാസം 40 മുതൽ 50 വരെ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രിയാണിത്. മട്ടാഞ്ചേരിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. പുതിയ OP ബ്ലോക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കൊച്ചി നഗരസഭ ഫണ്ട് വിനിയോഗിച്ച് പേ വാർഡ്, കുട്ടികളുടെ വാർഡ് എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളും ജീറിയാട്രിക് OP, ഫിസിയോതെറാപ്പി, 10 ബെഡുകളുള്ള ജീറിയാട്രിക് വാർഡ് എന്നിവ ഉൾപ്പെടുന്ന ജീറിയാട്രിക് യൂണിറ്റിന്റെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണവും നടന്നു വരുന്നു. 19 ഡയാലിസിസ് മെഷീനുള്ള ഡയാലിസിസ് യൂണിറ്റിൽ ഇതിനോടകം 35,000 ഡയാലിസിസ് പൂർത്തിയാക്കി. 100 രൂപയ്ക്ക് ഡയാലിസിസ് നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നഗരസഭാ ഫണ്ട് വിനിയോഗിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. കൊച്ചി നഗരസഭയിലെ മുഴുവൻ സാന്ത്വന പരിചരണ വിഭാഗങ്ങളെയും ഏകോപിപ്പിക്കുന്നതും ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രി സൂപ്രണ്ടായ ഡോക്ടർ കെ പ്രസന്നകുമാരിയുടെ നേതൃത്വത്തിലാണ്. കോവിഡ് സമയത്ത് ആലുവ ജില്ലാ ആശുപത്രിയിലെ ജില്ലാ തല കോവിഡ് ട്രീറ്റ്മെന്റ് സെന്ററിന്റെ ചുമതലയും ഡോക്ടർ കെ പ്രസന്നകുമാരി വഹിച്ചിട്ടുണ്ട്. മേയർ M. അനിൽകുമാർ, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ പ്രവർത്തനമാണ് ദേശീയ അംഗീകാരത്തിന് കാരണമായതെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ദേശീയ അംഗീകാരത്തോടെ ഒരു കിടക്കയ്ക്ക് 10,000 രൂപ വീതം പ്രതിവർഷം ആശുപത്രി വികസനത്തിന് വേണ്ടി കൂടുതലായി ലഭിക്കും. 240 കിടക്കകൾ ഇവിടെ. ഇതോടെ പ്രതിവർഷം 24 ലക്ഷം രൂപ വികസനത്തിനായി ലഭിക്കും. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.